പ്രൈസ് ഗോഡ്. എൻ്റെ പേര് നിവ്യ മറിയം സാജു. എൻ്റെ വീട് ചങ്ങനാശ്ശേരി. എൻ്റെ ജീവിതത്തിൽ ഈശോ എങ്ങനെയാണ് എൻ്റെ അപ്പനായി മാറിയെന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. എൻ്റെ വീട്ടിൽ അച്ഛ, അമ്മ, ചേച്ചി, ചേട്ടൻ, ഞങ്ങൾ 5 പേരാണ്. ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞു ഏജ് ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ അച്ഛ ഭയങ്കര എക്സ്പ്രസീവാണ്, ഭയങ്കര സ്നേഹമാണെങ്കിൽ ഭയങ്കര സ്നേഹം, ദേഷ്യമാണെങ്കിൽ ഭയങ്കര ദേഷ്യം. അമ്മ ഭയങ്കര ഒരു പാവം, അത്ര എക്സ്പ്രസീവ് അല്ല. ഓക്കെ, അപ്പോൾ അച്ഛയുടെ ഒരു കുറച്ച് സ്വഭാവം ആണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. ഞാനും ഭയങ്കര എക്സ്പ്രസീവാണ്. അപ്പം ഇപ്പോൾ എവിടെയെങ്കിലും കൊച്ചിലെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എവിടെയെങ്കിലും സിനിമയ്ക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് പോകണമെങ്കിലോ ഒക്കെ ചേച്ചിയും ചേട്ടനും എൻ്റെ അടുത്ത് ആണ് പറഞ്ഞു വിടുന്നത്. അച്ഛയോട് ചോദിക്കുക, പെർമിഷൻ ചോദിക്കുക, നീ പോയി ചോദിക്കുക, അങ്ങനെ പറഞ്ഞു വിടുന്നത്. അപ്പം ഞാൻ പോയി ചോദിക്കുമ്പോൾ അച്ഛൻ സമ്മതിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു. അച്ഛയും ഞാനും അങ്ങനെ ആയിരുന്നു, ഭയങ്കര സ്നേഹമാണ്. അപ്പം ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 4ൽ നിന്ന് 5th കയറുന്ന ഒരു വലിയവതിക്കാണ് അച്ഛയുടെ ഏറ്റവും ഇളയ സിസ്റ്ററിൻ്റെ ഫാദറിലോ മരിച്ചതിന് ഇവർ ഫാമിലിയിൽ നിന്ന് ഒരു 7 പേര് ബാംഗ്ലൂർക്ക് പോയി ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് തൃശ്ശൂരിൽ വെച്ച് അവരുടെ കാറും ഒരു ലോറിയും കൂടെ ആക്സിഡൻ്റ് ആയി. അങ്ങനെ പോയ 7 പേരിൽ 6 പേര് മരിച്ചു. അതിൽ അച്ഛയും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ദിവസമായിരുന്നു ശരിക്കും ഈശോ എൻ്റെ അപ്പനായിട്ട് മാറിയ ദിവസം. താങ്ക് യു ഈശോയെ. അന്ന് തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞു പ്രായമാണ്, എനിക്ക് സങ്കടങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ സങ്കടം കാണിക്കത്തില്ലായിരുന്നു. എനിക്കിങ്ങനെ സഹതാപം കിട്ടുന്നത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാനിങ്ങനെ പയ്യെ ഈശോയുടെ അടുത്ത് ഈ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. അപ്പം ചേച്ചിയും ചേട്ടനും കുറച്ച് ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും അവർക്ക് ഫ്രണ്ട്സും ബാക്കി കസിൻസൊക്കെ അവരുടെ സിമിലർ ഏജിലുള്ളത് കൊണ്ടും അവർക്കൊക്കെ അങ്ങനെ അവരോട് സംസാരിക്കാനൊക്കെ പറ്റും. ഞാൻ കുറച്ചുകൂടി കൊച്ചായതുകൊണ്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ ഞാൻ അപ്പോൾ ഈശോയെ കൂട്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഇതിൻ്റെ പേര് പേഴ്സണൽ പ്രയറൊക്കെ ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ ഈശോയോട് വർത്താനം പറഞ്ഞ് തുടങ്ങി. അങ്ങനെയാണ് ഈശോ ഞാനും തമ്മിൽ ഒരു ബോണ്ടിലേക്ക് ഭയങ്കരമായിട്ട് വരുന്നത്. പിന്നെ ഈശോൻ്റെ അപ്പനായി മാറിയെന്നൊക്കെ ചിന്തിക്കാനായിട്ട് ആ പ്രായത്തിൽ എനിക്ക് അങ്ങനെ അറിയത്തുന്നില്ല. ചിലപ്പോൾ ചില മെറ്റീരിയൽ തിങ്സിലൂടെ ആയിരിക്കും ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 5th-ലോ 6th-ലോ എന്തോ പഠിക്കുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്കിങ്ങനെ സൈക്കിൾ വാങ്ങിച്ചു തരാം. ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് നിർബന്ധിച്ചിട്ടോ ചോദിച്ചിട്ടൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനതിനു വേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഡീപ്പ് ഇൻസൈഡ് ഭയങ്കര ആഗ്രഹമുണ്ട്. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുന്ന കഥകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛയുടെ ഒരു ചേട്ടൻ എറണാകുളത്തു നിന്ന് വീട്ടിൽ വന്ന ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയി കാറ് തുറന്നു നോക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് സൈക്കിൾ ഇരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര പറഞ്ഞാൽ ഞാനിങ്ങനെ അമ്മയോട് പോലും അങ്ങനെ ചോദിച്ചിട്ടില്ലാത്തൊരു കാര്യം ഈ അങ്കിൾ എങ്ങനെ അറിഞ്ഞു. അതെന്നെ അന്ന് ആ 5-ലോ 6-ലോ പഠിക്കുന്ന ഒരു 10-11 വയസ്സ് പ്രായത്തിൽ ഈശോ അതിനെ ഭയങ്കരമായിട്ട് തോന്നിപ്പിച്ചു. ഓക്കെ, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, ഞാനിതിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോലില്ല, പക്ഷേ കർത്താവ് കാണുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ഈശോ എനിക്ക് തന്നു. ശരിക്കും ഇതുപോലുള്ള മെറ്റീരിയൽ തിങ്സിലൂടെ ആയിരിക്കും ഈശോ ഇങ്ങനെ സ്നേഹം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അതെനിക്കൊരു ഭയങ്കര ഐ ഓപ്പണറായിരുന്നു. അങ്ങനെ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ആവശ്യം അറിയുന്നൊരു പിതാവ് എനിക്കുണ്ട്. ഓക്കെ, അച്ഛയെ ഈശോ സ്വർഗത്തിലേക്ക് വിളിച്ചെങ്കിൽ അതിന് പകരമായിട്ട് അച്ഛയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിലൊരു 1000 മടങ്ങ് ഈശോ ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. പിന്നെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുഞ്ഞു കാര്യങ്ങളിലും ഈശോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ എനിക്കെപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വചനം എന്ത് കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിലും ഈശോ എൻ്റെ കൂടെ ഉള്ളത് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു ലവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അപ്പം ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഈശോ തന്നുകൊണ്ടേ ഇരിക്കുക. കുഞ്ഞു കാര്യങ്ങൾ, ചിലപ്പം പരീക്ഷയുടെ മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, എല്ലാം ഇങ്ങനെ അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ പോലും ഈശോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അതെനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ ചോദിക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പം ശരിക്കും എൻ്റെ അല്ലാത്തത് ഒഴിച്ച് എൻ്റെ നന്മയ്ക്കായിട്ടുള്ളത് എന്ത് ഞാൻ ചോദിച്ചാലും എനിക്ക് ഒരു മടിയില്ലാതെ ചെയ്തിരുന്നൊരു അപ്പനായിട്ട് മാറി. ഈശോ ഉറപ്പായിട്ടും അത്യുന്നതനാണ്, സർവശക്തനാണ്, സർവാധിപനാണ്. അതെല്ലാം ആയിരിക്കുമ്പോഴും ഈശോ ഇറങ്ങി വന്ന് എൻ്റെ അപ്പനും കൂടെ ആയി മാറി. അത്ര എന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ കുറേ ലൈഫ് ഇൻസിഡൻസിലൂടെ എനിക്കിങ്ങനെ ഈശോ ഈ ഒരു സ്നേഹം വെളിപ്പെടുത്തി തരുന്നുണ്ട്. പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് സ്കൂളെല്ലാം കഴിഞ്ഞ് കോളേജിൽ കയറി. എനിക്ക് 3rd ഇയറിൽ പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് എനിക്ക് GCFിൻ്റെ പാർട്ടാവാൻ പറ്റി കോളേജിൻ്റെ സമയത്ത്.
അപ്പം പ്ലേസ്മെൻറ്റിൻ്റെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേ ആയിരുന്നു ജീസസ് യൂത്തിൽ. ഞങ്ങൾക്ക് പുതിയൊരു കോർ ടീമിൻ്റെ ഫോർമേഷൻ, അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിന് എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്. കാരണം നമ്മുടെ കോർ ടീം ഇറങ്ങിയിട്ട് പുതിയൊരു കോർ ടീം വരുന്ന ദിവസമാണ്. എനിക്ക് അത് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്. എനിക്ക് ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യണം. എൻ്റെ ജീവിതത്തിലെ വെരി ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പം രണ്ടും സെയിം ടൈമിലെങ്കിലും ആണ്. അപ്പോൾ ഞാനവിടെ ഇൻ്റർവ്യൂവിൻ്റെ പേപ്പറും എല്ലാം കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ, എനിക്ക് ചാപ്പലിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് വട്ടാണോ, ഇതല്ലേ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, ജോലിയല്ലേ, ഇതിനെന്തിനാ ഇപ്പോൾ പോകുന്നതെന്ന് ചോദിച്ചു. പക്ഷേ എനിക്കിങ്ങനെ ഇതൊന്നും നിൻ്റെ തലയിൽ കയറുന്നില്ല. എനിക്ക് രണ്ടും വേണം എന്നുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് കുറേ നേരം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന, ഈശോയോട് എങ്ങനെയെങ്കിലും ഇത് ക്രമീകരിച്ച് തരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഞാൻ പ്ലേസ്മെൻറ്റ് ഹെഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും സാറും പറഞ്ഞു എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ഞാനിങ്ങനെ ഈശോയ്ക്ക് എന്തെങ്കിലും കാണിക്കുന്നുള്ള സാധനം ഈശോയ്ക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചാപ്പലിൽ പോയി. ബൈ ഗോഡ്സ് ഗ്രേസ് ആ റീകോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നന്നായിട്ട് നടന്നു. പുതിയൊരു കോർ ടീം വന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇൻ്റർവ്യൂ അവിടെ തുടങ്ങിയിട്ടില്ല, അവിടെ നടക്കുന്നേ ഉള്ളൂ. ആൻഡ് വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കോളേജ്. അതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ ഏറ്റവും ലാസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ആ ജോലിയും കിട്ടി. അങ്ങനെ നല്ലൊരു കമ്പനിയിൽ ബിഗ് 4 തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, പ്രൈസ് ഗോഡ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളായതുകൊണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഈശോ എൻ്റെ അപ്പനായി മാറിയെന്ന് മാത്രമല്ല. ഇന്നിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ ജോലി ചെയ്യുന്നില്ല, ഞാൻ വർക്ക് ചെയ്യുമല്ല. അപ്പം ഞാൻ ആ ജോലി കിട്ടുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി തന്നാൽ മതി എന്നായിരുന്നു. അപ്പം എനിക്ക് ജോലി തന്നപ്പോൾ ഞാനതിന് കയറി. പക്ഷേ ഒരു വർഷം മാത്രമാണ് ഞാൻ ആ ജോലി ചെയ്തത്. പക്ഷേ ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് എനിക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഞാൻ ഇറങ്ങി. എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ. പക്ഷേ ആ ഒരു 1 ഇയറിൽ ഞാനിങ്ങനെ നന്മകൾ മാത്രം കാണാൻ ശ്രമിക്കായിരുന്നു, ലെസൺസ് മാത്രം. ഈശോ ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഇങ്ങനെ ആ ഒരു വർഷം തരുമായിരുന്നു. എനിക്ക് ആ ജോലി ഞാനിപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് ആ ഒരു വർഷം കൊണ്ട് കുറേ പേർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റി. കുറേ പേരിലേക്ക് ഈശോയുടെ സ്നേഹം കൊടുക്കാൻ പറ്റി. എനിക്ക് കുറേ ലെസൺസ് കിട്ടി, മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ കുറേ നന്മകൾ മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൊച്ചിലെ ഇങ്ങനെ പേഴ്സണൽ പ്രയറൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ പേരറിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഈശോയുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു സങ്കടം വന്നാൽ എനിക്ക് ഓടിപ്പോയി ബൈബിൾ തുറക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എപ്പോൾ തുറന്നാലും ഈശോ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ ഓടി ചെന്ന് ബൈബിൾ തുറക്കാൻ, എനിക്കത് പണ്ട് തൊട്ടേ എനിക്ക് ഒന്നെങ്കിൽ സുവിശേഷപ്പെട്ടിന്ന് വചനം എടുക്കാൻ അല്ലെങ്കിൽ ബൈബിൾ തുറക്കാനായിട്ട് ഈശോ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാന ഞാൻ കൊച്ചിൽ തൊട്ട് എനിക്ക് ഞായറാഴ്ച മാത്രം പോകുന്നൊരു കുട്ടിയായിരുന്നു. അല്ലെങ്കിൽ അവധിക്കൊക്കെ എണ്ണീറ്റാൽ പോകും. രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ എഴുന്നേക്കുവാണെങ്കിൽ പോവും, ഇല്ലേ പോകത്തില്ല. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പിന്നെ ഞാനൊരു നോമ്പിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ ഒരിക്കൽ പോലും 25 നോമ്പ് പോലും എനിക്ക് എല്ലാ ദിവസവും അടുപ്പിച്ച് ആ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ GCUത്തിലൊക്കെ വന്ന് കോളേജ് കയറിയിട്ടാണ് പിന്നെ കുറച്ചുകൂടി വിശുദ്ധ കുർബാനയുടെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നതും അതിൻ്റെ ഒരു അർത്ഥം അറിഞ്ഞ് കൂടേണ്ട ഒരു മനസ്സിലാക്കുന്നു. എന്നെ കുറേ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറേ ചേട്ടന്മാരും ഒക്കെ നിർബന്ധിച്ചിട്ടാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത്. നീ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ കുറേ ദിവസം പോയത്. പക്ഷേ എനിക്ക് ഒരാഴ്ചയിലെ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും പോവും, പിന്നെയും ഞാൻ എഴുന്നേക്കത്തില്ല, അല്ലെങ്കിൽ ഉറങ്ങും, വൈകിട്ട് വേറെ എവിടെയെങ്കിലും പോവും. അങ്ങനെ കുർബാന മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 2022 ഫെബ്രുവരി 25 ഞാനിപ്പോഴും ഡേറ്റ് വരെ ഓർത്ത് വെക്കുന്നുണ്ട്. അന്ന് തൊട്ട് ശരിക്കും പറഞ്ഞാൽ യേശു ഭയങ്കരമായിട്ട് ബ്ലെസ് ചെയ്തു. എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള കൃപ ഈശോ തന്നിട്ടുണ്ട്. ഓക്കെ, വളരെ ഈ 4 വർഷങ്ങളിലെടുത്താൽ വളരെ ലിമിറ്റഡ്, അതും ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങൾ മാത്രമായിരിക്കും എനിക്ക് മിസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ അതല്ലാതെ ഒത്തിരി അതായത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചപ്പോൾ പോലും, ഈവൻ എൻ്റെ കോളേജ് ടൂറ് ഗോവയിലായിരുന്നു, അവിടെ പോലും എനിക്ക് ഈശോ വിശുദ്ധ കുർബാന ക്രമീകരിച്ച് തന്നു. ഞാനിങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരുന്നു, ഈശോ എനിക്കത് മിസ് ചെയ്യണ്ട, എനിക്ക് വിശുദ്ധ കുർബാന വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആ ഗോവയിൽ ഞങ്ങൾ എത്തുന്ന സമയം ഗോവ എത്തിയെന്ന് കണ്ടപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ബസ്സിൻ്റെ കർട്ടൻ മാറ്റി നോക്കിക്കൊണ്ടിരിക്കുക, പള്ളിയുണ്ടോ. കാരണം പള്ളി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ റൂം അടുത്താണെങ്കിൽ എനിക്ക് വരാമല്ലോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ നോക്കുമായിരുന്നു. പക്ഷേ കുറേ പള്ളി കാണുന്നുണ്ട്, പക്ഷെ അവിടെ ഒന്നും വണ്ടി നിർത്തുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് കർട്ടൻ മാറ്റി ഞാനിവിടെ ഇങ്ങനെ കൈയും കെട്ടിയിരിക്കുക ബസ്സിൽ. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ ഹോട്ടലെത്തിയപ്പം ഞങ്ങളുടെ സാറ് പറഞ്ഞു,
ഓക്കെ നമ്മുടെ അക്കോമഡേഷൻ എത്തിയിട്ടുണ്ട്, അങ്ങനെ കുറേ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അക്കോമഡേഷൻ കാണാൻ വേണ്ടിയിട്ട് കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ഞാൻ കാണുന്നത് പള്ളിയാണ്. അതായത് ഒരു പള്ളി, അതിൻ്റെ മതില്, ഞങ്ങളുടെ ഹോട്ടല്, ഇങ്ങനെ ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് ഹോട്ടലും പള്ളിയും. അങ്ങനെ ഈശോ ഇങ്ങനെ, ഇത് ചിലപ്പോൾ വലിയ കാര്യമായിരിക്കത്തില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഇതൊക്കെ ഭയങ്കര, ഈശോ ഇങ്ങനെ പേഴ്സണലി സ്നേഹിക്കുന്ന ഒരു ദൈവാനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഒരുങ്ങി റെഡിയായി വിശുദ്ധ കുർബാനയ്ക്ക് പോയി. ഗോവയിൽ കൊങ്കണി ഭാഷയിൽ, എനിക്ക് പോലും അറിയാത്ത ഭാഷയാണ്, സ്റ്റിൽ എനിക്ക് ഈശോ കുർബാന അവിടെ തന്നു. അപ്പോൾ അങ്ങനെ കുറേ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ അമ്മ മാതാവ്, എൻ്റെ പേര് നിവ്യ മറിയം സാജു എന്നാണ്. മറിയം കൊച്ചിലെ തൊട്ടേ അമ്മ മാതാവായിട്ട് ഭയങ്കര കണക്ഷനാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിലെ, എനിക്ക് തോന്നുന്നൊരു UKG 1 പഠിക്കുമ്പോഴാണ് വേളാങ്കണ്ണി മാതാവ് സീരിയലൊക്കെ ഇറങ്ങുന്ന ഞാൻ അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര മാതാവുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അങ്ങനെ എൻ്റെ പേര് മറിയ ആയതുകൊണ്ടും കൂടെ ഒരു എക്സ്ട്രാ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഇതുവരെയും ഈശോയുടെയും അമ്മ മാതാവിൻ്റെ ആ ഒരു സ്നേഹവും പ്രൊട്ടക്ഷനും ഒക്കെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ മാത്രമല്ല, ഒന്നും ഇല്ലാത്തപ്പോഴും തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടെ നിന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ. റോമൻ 8:28 ഈ ഒരു വചനം എപ്പോഴും യേശു ഇങ്ങനെ ഓർമ്മിപ്പിച്ച് തരാറുണ്ട്. അതിപ്പോൾ എൻ്റെ ലൈഫിലൊന്നും ഇല്ലെങ്കിലും, ഇപ്പോൾ ജോലി പോയെങ്കിലും, ഞാനിപ്പം MCOM സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ ഇപ്പം മുന്നോട്ട് എന്തെന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വചനം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് പ്രത്യാശ തരുന്നുണ്ട്. ഈശോ ഉറപ്പായിട്ടും എല്ലാം നന്മയ്ക്കായിട്ടാണല്ലോ പരിണമിപ്പിക്കുന്നത്. എൻ്റെ അപ്പനാണല്ലോ, അപ്പം അപ്പന് വെറുതെ അപ്പൻ്റെ മോളെ നോക്കി വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഈശോ എന്താണോ എൻ്റെ ജീവിതത്തിൽ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെൻ്റെ നന്മയ്ക്കാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്.